ഹായ് ഗൈസ് എഗെയിൻ KL20യുടെ വണ്ടി വാർത്തകളുടെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് നാളായിട്ട് വണ്ടി വാർത്തകളൊക്കെ ഒന്ന് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലൊക്കെ ഇരിക്കുമായിരുന്നു. ഓക്കെ, അപ്പം നമ്മൾ കഴിഞ്ഞ അങ്ങേ ആഴ്ച മുതൽ നമ്മൾ വീഡിയോസ് പിന്നെയും സ്റ്റാർട്ട് ചെയ്തതാണ്. പിന്നെ എന്നിട്ട് ഒരു ചെറിയ ഗ്യാപ്പ് വന്നു. ഓക്കെ, കഴിഞ്ഞ ആഴ്ച എനിക്ക് പിന്നെയും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഈ ആഴ്ച ഞാൻ സത്യത്തിൽ നിങ്ങളെ കൊണ്ട് വേറെ ഷോറൂമിൽ പോയിട്ട് കുറച്ചധികം നല്ല വണ്ടികളുണ്ടായിരുന്നു, അത് കാണിക്കാമെന്ന് വിചാരിച്ചിരുന്നത്. പക്ഷേ മഴ നമ്മളെ ചതിച്ചു. അതായത് ഇന്നിപ്പം 19-ാം തീയതി ഞായറാഴ്ചയാണ്. അപ്പോൾ ഇന്നലെ 18-ാം തീയതി ഞാൻ വണ്ടിയുടെ കുറച്ചൊരു ചെറിയ പണിയുണ്ടായിരുന്നു. അപ്പോൾ വണ്ടിയുടെ വയറിങ് മീൻസ് ഫോഗ് ലൈറ്റിൻ്റെ വയറിങ് എനിക്കൊന്ന് കറക്റ്റ് ചെയ്യണമായിരുന്നു. കാരണം ഞാൻ റോഡിലോട്ട് ഇറങ്ങി ഒരു മണ്ണും കാണാൻ വയ്യാത്ത അവസ്ഥയായിരുന്നു. കാരണം ബാക്കിയുള്ളവർ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇല്ല വലിയ പ്രൊജക്ടർ ലൈറ്റൊക്കെ വെച്ച് അങ്ങോട്ട് കണ്ണിലോട്ട് അടിച്ച് തരുമ്പോൾ നമുക്ക് പിന്നെ വഴിയൊന്നും കാണാത്തൊരവസ്ഥയായിരുന്നു. അപ്പം ഞാൻ വേറെ കുറച്ച് സ്ഥലത്തോട്ടൊക്കെ രാത്രിയിലൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം എനിക്ക് ഫോഗ് ലൈറ്റ്സ് എൻ്റെ അത്യാവശ്യം കറക്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. ഞാൻ അങ്ങനെ പോയി നമ്മുടെ ഓട്ടോണിറ്റിയിലായിരുന്നു, അവിടെ കയറ്റി. അവിടെ ശനിയാഴ്ച ദിവസത്തെ തിരക്കായിരുന്നല്ലോ. ഒരു ഉച്ച 2 മണിയായപ്പോൾ ഞാൻ അവിടെ ചെന്ന് കൊണ്ടുവന്ന് കയറ്റിയ വണ്ടി എനിക്ക് പിന്നെ തിരിച്ച് കിട്ടിയത് ഒരു 6:30-ക്കാണ്. അപ്പോൾ പിന്നെ മറ്റേ ഷോറൂമിലോട്ട് പോയിട്ട് വണ്ടികളെ ഒന്നും കാണിക്കാൻ പറ്റിയതുമില്ല. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ദിവസം പോകാമെന്ന് വിചാരിക്കുമ്പോൾ മഴ ചതിക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചെങ്കിൽ ഓക്കെ, നമുക്ക് വണ്ടി വാർത്തകളുടെ രണ്ടാമത്തെ എപ്പിസോഡ്, അതായത് നമ്മുടെ ഭാരത് മൊബിലിറ്റി എക്സ്പോയുടെ കുറച്ച് ന്യൂസ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനുണ്ടായിരുന്നു. അത് പയ്യെ റീൽസായിട്ട് ഷെയർ ചെയ്യാനാണ് വിചാരിച്ചത്. ഞാൻ വിചാരിച്ചത് ഓക്കെ, അത് നമുക്കൊരു എപ്പിസോഡായിട്ട് അങ്ങ് ചെയ്യാം. കുറച്ചധികം വണ്ടികളെ പറ്റി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ വണ്ടികളൊന്നും പറ്റി സംസാരിക്കുന്നില്ല, പക്ഷേ നമ്മൾ സംസാരിക്കുന്ന പറഞ്ഞാൽ ഞാൻ കുറച്ച് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കുറച്ച് വണ്ടികളുണ്ട്, അതിനെപ്പറ്റിയായിരിക്കും നമ്മൾ ഈ എപ്പിസോഡിൽ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പറഞ്ഞു തുടങ്ങാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം പറഞ്ഞു തുടങ്ങാം, വണ്ടികളെ ബേസ് ചെയ്ത് പറഞ്ഞു കൊടുക്കാം, നമുക്ക് കമ്പനി ബേസ് ചെയ്ത് പറഞ്ഞു തുടങ്ങാം. അപ്പോൾ അതിനകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ യമഹയാണ്. യമഹ 2 അഡ്വഞ്ചർ ബൈക്കുകൾ ഡിസ്പ്ലേക്ക് ഉണ്ടായിരുന്നു. അപ്പം ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ലാൻഡർ 250യും പിന്നെ രണ്ടാമത്തെ നമ്മുടെ ടെൻറേ 700 വരുന്നതെന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഇപ്പോഴാണ് നമുക്കൊന്ന് കാണാൻ പറ്റിയത്. ഓക്കെ, അപ്പോൾ എന്തായാലും ടെൻറേ 700 എന്ന് പറയുന്നത് നമ്മുടെ ഒരു മിഡ് സൈസ് ADV ആണ്. അപ്പോൾ അത് പലരും നോക്കിക്കൊണ്ടിരുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മുടെ സുസുക്കിയുടെ V-Storm 650 ഒക്കെ അതുമായിട്ട് കമ്പയർ ചെയ്ത് വരുന്ന ഒരു മെഷീനായിരുന്നു നമ്മുടെ. പക്ഷേ പുറത്ത് കുറച്ചും കൂടെ കൂടുതലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ ഒരു ട്രാൻസാൽപ്പ് 750 ഉണ്ടല്ലോ, അതിനെയൊക്കെ ഒന്ന് കമ്പീറ്റ് ചെയ്ത് വരുന്നൊരു സാധനം. കാരണം ഈ ആഫ്രിക്ക ട്വിൻ ഇഷ്ടപ്പെടുന്ന പലരും നമ്മുടെ ടെൻറേ 700 ഒരു ഫാനായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം ട്രാൻസാൽപ്പിനെ വെച്ച് നോക്കുമ്പോഴും നമ്മുടെ ടെൻറേ 700 കുറച്ചും കൂടെ ഒരു ഒരു ഡേർട്ട് ബൈക്ക് ഫീൽ ഉണ്ടായിരുന്നു. ആ ഒരു ഓഫ് റോഡിങ് സമയത്ത് കുറച്ചും കൂടെ അജൈലായിട്ട് നിൽക്കുന്ന ഒരു ബൈക്ക് എന്ന് പറയുന്നത് കൂടുതലും ടെൻറേ 700 അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ കുറേ അധികം ഫാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരെയൊക്കെ ആ ഫാൻസിനെ എല്ലാം സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് യമഹ ടെൻറേ 700 എന്തായാലും ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉടനെ തന്നെ എന്തായാലും പ്രൊഡക്ഷനായിട്ട് ഇന്ത്യയിൽ കൊടുക്കും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അറ്റ്ലീസ്റ്റ് CB യൂണിറ്റ് ആയിട്ടെങ്കിലും വരുമായിരിക്കും. എന്തായാലും ഉടനെ തന്നെ അത് സെയിലിന് ഇവിടെ ഇന്ത്യയിൽ കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെന്ന് പറയുമ്പോൾ നമ്മുടെ ലാൻഡർ 250 ആണ്. അപ്പോൾ അവരുടെ 250cc എഞ്ചിൻ വെച്ചിട്ട് വരുന്ന ഒരു ഒരു എൻട്രി ലെവൽ ബൈക്കാണ് നമ്മുടെ ലാൻഡർ 250 എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് നമ്മുടെ കവാസക്കിയുടെ സെയിം ഒരു KLX 250 ബൈക്കുണ്ട്. അപ്പോൾ അവരുമായിട്ട് കമ്പീറ്റ് ചെയ്യാണ്. അവരിപ്പം വരുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. നമ്മൾ സ്പൈ ഷോട്ടുകളൊക്കെ കാണുന്നുണ്ടായിരുന്നു. അപ്പം അതിനെ വെച്ചിട്ട് അത് കമ്പയർ ചെയ്തുകൊണ്ടായിരിക്കും നമുക്ക് വരുന്നത്. അപ്പം ഇനിയിപ്പോൾ വരുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ കുറച്ചധികം ബൈക്കുകൾക്ക് ഇതൊരു കോമ്പറ്റീഷൻ. നമ്മുടെ KTM അഡ്വഞ്ചർ 250 ഒരു പണിയായിട്ടായിരിക്കും ഇത് വരുന്നത്. കാരണം ഇത് കുറച്ചും കൂടെ നമ്മുടെ എക്സ്പൾസിന് അതൊരു കോമ്പറ്റീഷൻ. കാരണം എക്സ്പൾസ് 210 അവരിതൊരു ഇപ്പം മൊബിലിറ്റി ഷോയിൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനും ഒരു കോമ്പറ്റീഷനായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നു ലാൻഡർ 250 അവർ ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ എൻട്രി ലെവൽ സെഗ്മെൻറ്റ് ഇപ്പോൾ ഒരു നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ അവരുടെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് ഏകദേശം ഒരു 2 lakhs-ന്റെ അകത്തൊരു ബൈക്ക് അവർ ഇറക്കിയിട്ടുണ്ട്, അഡ്വഞ്ചർ ബൈക്ക്. അപ്പോൾ നമ്മുടെ R15 എന്നൊക്കെ പറയുന്ന സത്യത്തിൽ ആ ഒരു സെഗ്മെൻറ്റിൽ ഒരു 150cc സ്പോർട്സ് കാറ്റഗറിയിൽ ആ ഒരു അതിൻ്റെ ഒരു ബെഞ്ച് മാർക്കിംഗ് ആണ് സത്യത്തിൽ. ഏതൊരു വണ്ടി ഇറങ്ങി കഴിഞ്ഞാലും നമ്മൾ അതിനെ വെച്ചായിരിക്കും പറയുന്നത്. ഒരു 200 അല്ലെങ്കിൽ സത്യത്തിൽ അത് പിടിച്ചിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഒരു 200cc വരെയുള്ള ബൈക്കുകളായിട്ടൊക്കെ പുട്ടുപോലെ പിടിച്ചിരിക്കുന്ന ഒരു ബൈക്കാണ് നമ്മുടെ R15 എന്ന് പറയുന്നത്. അപ്പം ഓരോ ഐട്രേഷൻ കൊണ്ടുവരുമ്പോഴും നമ്മൾ വിചാരിക്കും ഇതിൻ്റെ മുകളിലോട്ടൊന്നും അവർ കൊണ്ടുവരില്ല. പക്ഷേ നമുക്ക് വിചാരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള മോഡിഫിക്കേഷൻസ് ആയിട്ടായിരിക്കും അവർ അതിൻ്റെ അടുത്ത വെർഷൻ ഇറക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്ക് അവർ ആ ഒരു എൻട്രി ലെവൽ പോയിന്റിലോട്ട് പുതിയൊരു ബെഞ്ച് മാർക്കിംഗ് കൊണ്ടുവരാനാണ് എനിക്ക് ശ്രമിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമ്മുടെ ലാൻഡർ 250 നമ്മുടെ റോഡുകളിൽ വരുവാണെന്നുണ്ടെങ്കിൽ ഒരു അടിപൊളി കാഴ്ചയായിരിക്കും. നമുക്ക് നമ്മുടെ എക്സ്പൾസിനൊക്കെ ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരിക്കും. കാരണം എക്സ്പൾസ് ഞാൻ പറഞ്ഞ കണക്ക് തന്നെ എക്സ്പൾസിൻ്റെ 210 അവർ അവതരിപ്പിച്ചിരുന്നു ഹീറോ.
അപ്പോൾ അതിനൊക്കെ ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ ആയിട്ടായിരിക്കും നമ്മുടെ ലാൻഡർ 250 വരാൻ പോകുന്നത്. അത് ഉപയോഗിക്കുന്നത് പറയുമ്പോൾ ഒരു 249cc എഞ്ചിനാണ് വരുന്നത്. അതാണ് തന്നെ നമ്മുടെ എക്സ്പൾസുമായിട്ട് സിമിലർ ആണ് കുറേയൊക്കെ കാര്യങ്ങൾ. കാരണം സിംഗിൾ ചാനൽ ABS വരുന്നുള്ളൂ. വെയിറ്റ് തന്നെ നോക്കണമെങ്കിൽ ലൈറ്റ് വെയിറ്റ് ആണ്, ഒരു 156 സംതിങ് എന്തോ kgs കാണാം. അപ്പം നമ്മൾ ട്രെയിൽസിലൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബൈക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ലാൻഡർ 250 എല്ലാവർക്കും ഒരു നല്ല ചോയ്സ് ആയിരിക്കും. അപ്പോൾ എന്തായാലും ഉടനെ തന്നെ നമുക്ക് റോഡിലോട്ടൊക്കെ കാണാൻ പറ്റുമെന്നൊക്കെ വിചാരിക്കുന്നു. അപ്പം വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ വീഡിയോസൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പം ഇത് രണ്ടുമായിരുന്നു യമഹയുടെ കാര്യത്തിൽ എനിക്ക് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടുള്ള നല്ല 2 വണ്ടികൾ. ഓക്കെ, നമുക്കിനി അടുത്ത പോകേണ്ടതെന്ന് പറയുമ്പോൾ നമ്മൾ TVSലോട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പലരും ആഗ്രഹിച്ചിരുന്നൊരു കാര്യമാണ്. കാരണം TVS BMW ആയിട്ട് ചേർന്ന് കുറച്ചധികം നല്ല വണ്ടികൾ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ RR310 ആണെങ്കിലും സെയിം എഞ്ചിൻ വെച്ചിട്ട് നമ്മുടെ അപ്പാച്ചി തന്നിരുന്നു. പിന്നെ അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നൊരു കാര്യം എന്ന് പറയുന്നത് എന്നാണ് നമ്മുടെ BMW 310 GSൻ്റെ ഒരു TVS വെർഷൻ വരുന്നതെന്നായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ കുറേ നാളുകളായിട്ട് TVSൻ്റെ ഭാഗത്തു നിന്ന് ഒരു അഡ്വഞ്ചർ ബൈക്കിനെ നോക്കിയിരുന്നപ്പോഴാണ് അപ്പോൾ അവരുടെ ഒരു RTX 300 അവർ ഡിസ്പ്ലേക്ക് വെച്ചിരുന്നു. അത് ഒഫീഷ്യലി അവരൊന്നും കാണിച്ചതൊന്നുമില്ല, ബസ് അവിടെ ഡിസ്പ്ലേക്ക് സാധനം വന്നു. പക്ഷെ സാധനം കണ്ടപ്പം എനിക്ക് തോന്നിയത് നമ്മുടെ എന്താ പറയുക, ട്രയംഫ് 400ൻ്റെ ഡിസൈൻ ഇവർ കോപ്പി അടിച്ചു എന്നുള്ളതാണ്. കാരണം നമ്മൾ പലയിടത്തും ട്രയംഫ് 400 വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു പലയിടത്തും. അപ്പോഴാണ് നമ്മുടെ TVS ആ ഹെഡ്ലൈറ്റ് യൂണിറ്റ് ഒക്കെ കണ്ടിട്ട് എനിക്ക് സത്യം ട്രയംഫിൻ്റെ ടൈഗർ സീരീസിനെയാണ് എനിക്ക് ഓർമ്മ വന്നത്. അപ്പോൾ ടൈഗർ 400 ആയിട്ട് ആ ഒരു ഡിസൈൻ സിമിലാരിറ്റി വരുന്ന ഒരു രീതിയിലായിരുന്നു TVS അവരുടെ ഇപ്പോൾ പുതിയ RTX 300 അവതരിപ്പിച്ചത്. എന്തായാലും പക്ഷേ കാണാൻ നല്ല അടിപൊളി മാരക സാധനം. ഇതൊരു പ്യുവർ ഓഫ് റോഡർ അല്ല, മീൻസ് ലൈക്ക് നമ്മുടെ എന്താ പറയുക, ഹിമാലയനൊക്കെ പോലൊരു വണ്ടിയാണ്. നമുക്ക് ഓൺ റോഡ് ആണെങ്കിലും ഓഫ് റോഡ് ആണെങ്കിലും ടൂറിങ്ങിനാണെങ്കിലും എല്ലാം ഒരു അടിപൊളി ബൈക്കായിട്ടാണ് അവർ അവിടെ ഡിസ്പ്ലേ വെച്ചിരുന്നത്. ഈ വണ്ടി തന്നെ ആയിരിക്കും റോഡ് പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ റെഡി ആയിട്ടാണ് അവരതോടെ ഡിസ്പ്ലേക്ക് വെച്ചിരുന്നത്. അപ്പോൾ അത് തന്നെ ആയിരിക്കും നമുക്ക് റോഡിൽ കിട്ടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഓക്കെ, അപ്പോൾ അതാണ് അവരുടെ സൈഡിൽ നിന്നുള്ള ഒരു ഫസ്റ്റ് ADV എന്ന് പറയുന്നത്. പിന്നെ അവർ അവതരിപ്പിച്ചിരുന്ന ഒരു കോൺസെപ്റ്റ് ബൈക്ക് കണക്കാണ്, ഒരു സൂപ്പർ മോട്ടോ ബൈക്കാണ് അവതരിപ്പിച്ചത്. നമ്മുടെ ഡുക്കാട്ടിയുടെ ഒക്കെ സൂപ്പർ മോട്ടോ ബൈക്കിനെ ഇൻസ്പയർ ചെയ്തുകൊണ്ടുള്ള ആ ഒരു പക്ക സൂപ്പർ മോട്ടോ ഡിസൈനോട് കൂടിയുള്ള ഒരു ബൈക്കായിരുന്നു അവർ അവതരിപ്പിച്ചത്. പക്ഷേ കോൺസെപ്റ്റ് രീതിയിലാണെങ്കിലും പക്ഷേ ഓൾമോസ്റ്റ് ലൈക്ക് പ്രൊഡക്ഷൻ ഇറക്കാവുന്ന രീതിയിലാണ് അവർ അതിൻ്റെ ഡിസൈനൊക്കെ ഇരിക്കുന്നത് ഓൾറെഡി. ഓക്കെ, അപ്പോൾ അത് ഏകദേശം അതിനോട് സിമിലർ ആയിട്ടുള്ള ഒരു ഡിസൈൻ ആയിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നതെന്നാണ് പ്രതീക്ഷ. ഇതൊക്കെ ഇപ്പോഴും അവിടെ ഇരിക്കുന്നേ ഉള്ളൂ, റോഡിലോട്ട് വന്നിട്ടില്ല. ഓക്കെ, റോഡിലോട്ട് എന്ന് ഇറങ്ങുന്നില്ല, ബട്ട് പ്രോബ്ലി ബൈ ദിസ് ഇയർ എൻഡിൽ നമുക്കതൊക്കെ റോഡിൽ കാണാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഓക്കെ, അപ്പോൾ ഒരു 17 ഇഞ്ച് കോംബോ വരുന്ന അത്യാവശ്യം നല്ല എന്താ പറയുക ട്രാവലുള്ള ഒരു സസ്പെൻഷൻ ട്രാവലുള്ള ഒരു ബൈക്കാണ് അവർ അവതരിപ്പിച്ചിരിക്കുന്നത്. അവരുടെ ഈ 2 വണ്ടികളും സത്യത്തിൽ ഉപയോഗിക്കുന്നത് അവരുടെ ലേറ്റസ്റ്റ് 300cc എഞ്ചിനാണ്. ഓക്കെ, അപ്പം അതിനകത്ത് ഒരു 299cc ആണ് അവരുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് കുറച്ചധികം നല്ല റിഫൈൻഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് അവർ കൊണ്ടുവന്നേക്കുന്നത്. അപ്പം ആ ഒരു എഞ്ചിൻ വെച്ചിട്ടുള്ളതായിരിക്കും ഈ 2 വണ്ടികളും. അതായത് ആ ഒരു സെയിം എഞ്ചിൻ തന്നെ ഇനിയിപ്പം അവരുടെ ബാക്കിയുള്ള ബൈക്കുകളിലോട്ടും കൊണ്ടുവരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്, ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആയിട്ട്. ഓക്കെ, അപ്പം എന്തായാലും TVSൻ്റെ ഭാഗത്തുനിന്ന് ഒരു മാരക അപ്ഡേറ്റ് ആയിരുന്നു. TVSൻ്റെ ആണെങ്കിൽ യമഹയുടെ ആണെങ്കിൽ നോക്കിയത് നമ്മൾ കുറേ നാളായിട്ട് കുറേ അഡ്വഞ്ചർ ബൈക്സുകൾ നോക്കിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ അവരെന്തായാലും അതിപ്പം ഇന്ത്യൻ കസ്റ്റമേഴ്സിനായിട്ട് കൊണ്ടുവരുന്നുണ്ടെന്നുള്ളത് അറിയുന്ന ഒരു ഹാപ്പി ന്യൂസാണ് സത്യത്തിൽ. എന്നെ കണക്കുള്ള കുറച്ച് ബൈക്ക് പ്രാന്തമാരെ സംബന്ധിച്ചിടത്തോളം അതൊരു എന്താ പറയുക, നമ്മളൊക്കെ ആഗ്രഹിച്ചിരുന്നൊരു കാര്യമാണ്. നല്ല കുറച്ച് അഡ്വഞ്ചർ ബൈക്കുകൾ വന്നിട്ട് കോമ്പറ്റീഷൻ നല്ല ടൈറ്റർ ആവണം, എല്ലാ കമ്പനിക്കാരും കുറേ അധികം ഫീച്ചേഴ്സൊക്കെ തന്ന് നമ്മളെയൊക്കെ ഹാപ്പി ആക്കണം, എല്ലാ പ്രൈസ് റേഞ്ചിലും ഓരോരോ അഡ്വഞ്ചർ ബൈക്ക് വേണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇപ്പോഴും നമുക്ക് എൻട്രി ലെവൽ സെഗ്മെൻറ്റുകളിൽ മാത്രമേ ഉള്ളൂ ബൈക്കുകൾ. പിന്നെ അങ്ങോട്ട് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് പറയുന്നത് ഏകദേശം ഒരു പിന്നെ ഒരു 10 lakhs എബോവ് പുതിയ നല്ല അഡ്വഞ്ചർ ബൈക്കുകൾ കിട്ടുന്നുള്ളൂ. ഓക്കെ, അതിൻ്റെ എന്താ പറയുക ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് എന്തായാലും ഹിമാലയൻ 750 വരുന്നുണ്ടെന്നുള്ളത് നമ്മൾ കുറേ സ്പൈ ഷോട്ടുകളൊക്കെ കാണുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വേറെ വീഡിയോയിൽ സംസാരിക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒന്നും എന്തായാലും നമുക്ക് മൊബിലിറ്റി എക്സ്പോയിലൊന്നും ഇല്ലായിരുന്നു. അവർ നമ്മൾ സ്പൈ ഷോട്ടൊക്കെ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇനി അതൊരു അടുത്ത ഗോവ ഇവൻറ്റിന് വേണ്ടി അവർ മാറ്റി വെച്ചേക്കുന്ന എന്തെങ്കിലും ആയിരിക്കും. കാരണം ഇനി അടുത്ത വർഷമായിരിക്കും മിക്കവാറും അത് വരുന്നതെന്ന് തോന്നുന്നു. സോറി, ഈ വർഷം ഒക്ടോബറിലായിരിക്കുമല്ലോ. അപ്പം അനുബന്ധിച്ചായിരിക്കും ചിലപ്പം വരുന്നത്. അപ്പോൾ നമുക്ക് ഈ വർഷം ചിലപ്പം കാണാൻ പറ്റുമായിരിക്കും ഹിമാലയൻ 750. കാരണം ഓൾമോസ്റ്റ് പ്രൊഡക്ഷൻ റെഡി ആയിട്ടുള്ള വേരിയൻറ്റുകളിലൊക്കെ നമ്മൾ കണ്ടായിരുന്നു. ഓക്കെ, അപ്പം എന്താ പറയുക, അപ്പോൾ എന്തായാലും അതിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. നമുക്ക് എന്തായാലും നമ്മുടെ അടുത്ത കമ്പനി ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹീറോ ആണ്. ഓക്കെ, ഹീറോ കുറച്ചധികം നല്ല വണ്ടികൾ അവർ അവതരിപ്പിച്ചു. ഓക്കെ, പക്ഷേ അതിനകത്ത് എനിക്ക് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും തോന്നിയിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കരിഷ്മയുടെ ഒരു അപ്ഡേറ്റ് അവർ കൊണ്ടുവന്നു. കരിഷ്മ 210cc എന്ന് പറഞ്ഞിട്ട് 250cc ഒരു എഞ്ചിൻ അപ്ഗ്രേഡ് അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ,
കുറച്ചും കൂടെ സ്പോട്ടിയർ, കുറച്ചും കൂടെ ക്വിക്ക് റെസ്പോൺസും പവർ ഫിഗേഴ്സും ഒക്കെ തരുന്ന ഒരു അടിപൊളി സ്പോർട്ട്. ഓൾറെഡി കരിഷ്മ 210cc ആ ഒരു സെഗ്മെന്റിൽ തന്നെ കുറച്ചും കൂടെ ഏറ്റവും നല്ല പെർഫോമൻസ് ഉള്ള ബൈക്കായിരുന്നു. ഓക്കെ, അപ്പോൾ അവർ അതിനെ ഒന്നും കൂടെ ഒന്ന് റിഫൈൻ ചെയ്ത് കുറച്ചും കൂടെ ഒന്ന് ഇമ്പ്രൂവ്മെന്റ്സ് വരുത്തി ഒരു 250 ഫിഗറിലോട്ട് അവരത് കൊണ്ടുവന്നു. നെക്സ്റ്റ് അവർ കാണിച്ചത് നമ്മുടെ എക്സ്പൾസിൻ്റെ 210cc ആണ്. ഓക്കെ, അവിടെയാണ് എനിക്ക് സത്യത്തിൽ ഒരു കൺഫ്യൂഷൻ നിന്നത്. കാരണം അവർ ഓൾറെഡി ഒരു 250cc കൊണ്ടുവന്നു. അപ്പം ഈ പഴയ കരിഷ്മയിലിരുന്ന ആ ഒരു 210cc ഒന്ന് റീട്യൂൺ ചെയ്തിട്ട് അവർ 210cc എന്തുകൊണ്ട് എക്സ്പൾസ് കൊണ്ടുവന്നു, വൈ നോട്ട് 250 എന്നുള്ളൊരു ചോദ്യം എൻ്റെ മനസ്സിൽ വന്നു. ആർക്കെങ്കിലും ഇങ്ങനൊരു ചോദ്യം മനസ്സിൽ തോന്നിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എനിക്ക് മാത്രം തോന്നിയതാണെന്ന് അറിയണ്ടേ, അതിന് വേണ്ടിയാണ് പറഞ്ഞത്. ഓക്കെ, അപ്പം ആ ഒരു കാര്യം എനിക്ക് തോന്നിയൊരു കാര്യമാണ്. കാരണം നമ്മൾ കുറേ നാളുകളായിട്ട് ഈ എക്സ്പൾസ് 210 വരുന്നു എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു. ഓക്കെ, അത് വന്നതിനകത്ത് ഓക്കെയാണ്. പക്ഷേ കരിഷ്മ 250 ആക്കിയപ്പോൾ വൈ നോട്ട് എക്സ്പൾസ്, ആ ഒരു ചോദ്യം ഇപ്പോഴും ഉണ്ട്. ഇനി അത് പിന്നെയും ഒരു അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ട് 250 ആക്കാനുള്ള പ്ലാനാണോ എന്താണെന്ന് അറിയില്ല. പക്ഷേ എന്തായാലും ലെറ്റ്സ് സീ. ഓക്കെ, വണ്ടി എന്തായാലും വരട്ടെ, എന്നാലും നമുക്ക് പറയാം. കാരണം ഈ എഞ്ചിൻ്റെ ചിലപ്പം സ്വഭാവം അനുസരിച്ചായിരിക്കില്ല അവർ ഓരോ വണ്ടികൾക്ക് വേണ്ടി നിശ്ചയിക്കുന്നത്. അപ്പം പ്രോബബ്ലി 250cc ഒരു അഡ്വഞ്ചർ ബൈക്കിന് പറ്റിയതായിരിക്കില്ല. നമുക്ക് ആ ഒരു 200cc ഒരു പെപ്പിനെസ് ഉണ്ടല്ലോ, അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ 210 തന്നെ അവർ കൊണ്ടുവന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ ലാൻഡർ 250ക്ക് എന്തായാലും അതെന്തായാലും ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ കൊടുക്കാൻ പോകുമായിരിക്കും നമ്മുടെ എക്സ്പൾസ് 210. ഓക്കെ, അപ്പോൾ അതങ്ങനെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ കുറച്ച് നാളായിട്ട് കാത്തിരുന്നൊരു വണ്ടിയാണ്. കുറച്ച് നാളായിട്ട് അവർ പറയുമായിരുന്നു 210cc വരുന്നു എന്ന് പറഞ്ഞു. നമ്മൾ ഹിമാലയസിലൊക്കെ വെച്ചിട്ട് അവരുടെ ട്രയൽ റൺ എടുക്കുന്നതിന് സ്പൈ ഷോട്ട്സൊക്കെ നമുക്ക് കുറേ അധികം കിട്ടിയിരുന്നു, കുറേ നാളുകൾക്ക് മുന്നേ തന്നെ. ഓക്കെ, അപ്പോൾ എന്തായാലും അത് കണ്ടതിനകത്തൊരു നല്ല സന്തോഷമുണ്ട്. പിന്നെ അവർ വണ്ടി കാണിച്ചില്ല, കുറച്ച് ഡയഗ്രാംസ് കാണിച്ചിരുന്നു, നമ്മുടെ എക്സ്പൾസ് 421. ഓക്കെ, അപ്പോൾ എന്താ ഇതൊക്കെയായിരുന്നു നമ്മുടെ അതിൻ്റെ കുറച്ച് ഫോട്ടോസ്. അവർ കുറച്ച് ഡ്രോയിങ്സ് ആണ് തന്നത് ബേസിക്കലി. അപ്പോൾ നമ്മുടെ വേറെ യൂട്യൂബ് ചാനൽ അതിൻ്റെ കുറച്ച് റെൻഡേഴ്സും കാര്യങ്ങളൊക്കെ അവർ യൂട്യൂബിൽ ഇട്ടിരുന്നത്. ഇതാണ് ആ റെൻഡേഴ്സ് എന്നൊക്കെ പറയുന്നത്. അപ്പം അത്യാവശ്യം കാണാൻ നല്ല സ്പോട്ടി, കുറച്ചും കൂടെ നല്ല പ്രീമിയം ആയിട്ടുള്ളൊരു എക്സ്പൾസ് ആണ് നമ്മളവിടെ കാണുന്നത്. എന്താ പറയുക, ഒരു പ്രോപ്പർ അഡ്വഞ്ചർ ബൈക്ക് എന്നുള്ള രീതിയിൽ തന്നെ അവർ ഇറക്കിയിട്ടുണ്ട്. അവർ എക്സ്പൾസിൻ്റെ രീതികളെല്ലാം തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ അൺലൈക്ക് അവർ 200, ബട്ട് എന്താ പറയുക, ഇത് കുറച്ചും കൂടെ ന്യൂ സ്റ്റൈലിംഗ് ആണ്. ആ ഹെഡ്ലൈറ്റിൻ്റെ ഭാഗം നോക്കുകയാണെങ്കിൽ നമ്മൾ റെട്രോ രീതിയിലുള്ള റൗണ്ട് ഹെഡ്ലൈറ്റ് ഒന്നുമല്ല നമ്മൾ കാണുന്നത്, കുറച്ചും കൂടെ വേറെ രീതിയിലുള്ളൊരു ഹെഡ്ലൈറ്റ്സൊക്കെയാണ് കാണുന്നത്. അപ്പോൾ എന്താ പറയുക, അവരുടേതായിട്ടുള്ളൊരു സ്റ്റൈലിംഗ്. കുറച്ചും കൂടെ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു കുറച്ചും നാൾ മുന്നേ തന്നെ. കാരണം നമ്മുടെ ഹൂ ഇസ് നെക്സ്റ്റ് എന്നുള്ളൊരു വീഡിയോയിൽ ഞാൻ ബൈക്കിനെ പറ്റി പറയുന്നുണ്ടായിരുന്നു. കാരണം ഹീറോ അവരുടെ ഡെക്കാർ ഐലിയിൽ അവരൊരു ബൈക്ക് അവതരിപ്പിച്ചു. കാരണം അതുമായിട്ട് സാമ്യമുള്ളൊരു ഡിസൈനാണ് സത്യം ഞാൻ ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഫീച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ബൈക്ക് ആയിരിക്കും ഈ 420. അവർ ഡയഗ്രാംസ് മാത്രമേ ഉള്ളൂ. ബട്ട് എനിക്ക് തോന്നുന്നു ഈ വർഷം ഇന്ത്യയിലോട്ട് അത് ഇറങ്ങുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല അടിപൊളി ഒരു കോമ്പറ്റീഷൻ, നമ്മുടെ ഹിമാലയൻ 450ക്ക് നല്ല അടിപൊളി ഒരു കോമ്പറ്റീഷൻ കൊണ്ടുവരുന്നൊരു ബൈക്കായിരിക്കും. കാരണം ഹിമാലയൻ 450 ഞാൻ നോക്കിയിട്ട് എന്തുകൊണ്ടും ഹിമാലയൻ 411 ആയിരുന്നു അതിൻ്റെ ഒരു ബെഞ്ച് മാർക്കിങ് ആ ഒരു സെഗ്മെൻറ്റിൽ തന്നെ. പക്ഷേ ഇപ്പം എന്താ പറയുക, ആ ഒരു സെഗ്മെൻറ്റിലോട്ട് കുറേ അധികം വണ്ടികൾ വന്നിട്ട് കുറച്ചധികം നല്ല കോമ്പറ്റീഷൻ നമ്മുടെ ഹിമാലയൻ 450ക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പം നമ്മുടെ KTM തന്നെ കുറേ അധികം വണ്ടികൾ നമ്മുടെ അഡ്വഞ്ചർ 300 അപ്ഡേറ്റഡ് വെർഷൻസ് ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സെഗ്മെൻറ്റ് എന്തായാലും അത്യാവശ്യം നല്ല കോമ്പറ്റീഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ എല്ലാ ബൈക്കുകളും കുറച്ചും കൂടെ ഫീച്ചേഴ്സൊക്കെ നിന്ന് എന്താ പറയുക കോമ്പറ്റീഷൻ കൊഴിപ്പിക്കാനുള്ള ചാൻസുകളാണ് ഞാൻ കാണുന്നത്. അടുത്ത് ഹീറോ അവതരിപ്പിച്ചെന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ തന്നെ ഒരു സ്കൂട്ടറാണ്, ബൈക്കല്ല. ഓക്കെ, അപ്പം ഞാനത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഒരു അഡ്വഞ്ചർ ബൈക്ക് പോലത്തെ ഒരു അഡ്വഞ്ചറിന് വേണ്ടിയുള്ളൊരു സ്കൂട്ടർ കണക്കാണ് അവർ അവതരിപ്പിച്ചിരിക്കുന്നത്. കാരണം നമ്മുടെ സൂം 160 ആണ്. കുറച്ച് നാൾ മുന്നേ തന്നെ അതിൻ്റെ ഇമേജസ് എല്ലാം നമുക്ക് കിട്ടിയിരുന്നു. ഓക്കെ, അപ്പോൾ അത് എന്നാണ് എന്താ പറയുക പ്രൊഡക്ഷൻ റെഡി ആയിട്ട് കിട്ടുന്നതെന്നുള്ളത് അറിഞ്ഞിരുന്നില്ല. പക്ഷേ ഇപ്പം എന്തായാലും അവർ അവതരിപ്പിച്ചതിനകത്ത് ഒത്തിരി സന്തോഷമുണ്ട്. അപ്പം നമ്മുടെ ഈറോക്സിനൊക്കെ കുറച്ചധികം നല്ല കോമ്പറ്റീഷൻ കൊടുക്കുന്ന ഒരു ടൂറിംഗ് പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഒരു സ്കൂട്ടറായിട്ടാണ് അവർ സൂം 160 അവതരിപ്പിച്ചത്. അത്യാവശ്യം കാണാൻ നല്ല രസമുള്ളതാണ്. എനിക്ക് പേഴ്സണലി ആ ഡിസൈനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം അഡ്വഞ്ചർ ആണല്ലോ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ ഒരു ഡിസൈനിലോട്ടൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഒരു 150 kg അടുപ്പിച്ച് ഒരു കെർവ് വെയിറ്റ് ഒക്കെ വരുന്ന ഒരു അടിപൊളി സ്കൂട്ടറാണ് എന്തായാലും അവതരിപ്പിച്ചത്. അപ്പോൾ ഇതെല്ലാം വരുമ്പോഴത്തേക്ക് എന്തായാലും നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണം. അപ്പോൾ നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ടെസ്റ്റ് ഡ്രൈവ് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നാക്കടക്കി വിളിക്കുന്നുണ്ട്. ഓക്കെ, പോട്ടെ, വിട്ടേരെ, കുറേ നേരമായിട്ട് സംസാരിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അതാണ് നമ്മുടെ ഹീറോയുടെ സൈഡിൽ നിന്നുള്ളൊരു അപ്ഡേറ്റ്. പിന്നെ നമ്മുടെ BMW നമ്മുടെ ഐക്മയിൽ അവതരിപ്പിച്ചിരുന്ന നമ്മുടെ 450 GS, അത് പിന്നെ നമ്മുടെ ഭാരത് മൊബിലിറ്റി ഷോയിൽ കൊണ്ടുവന്നത് ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന വണ്ടിയാണ്. അപ്പം നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അപ്പം അതൊരു വണ്ടിയാണ്. പിന്നെ അതേ കണക്ക് തന്നെ നമ്മുടെ GSAയുടെ അഡ്വഞ്ചർ
1300 GSA അഡ്വഞ്ചർ അവർ അവതരിപ്പിച്ചിരുന്നു. അത് പുറത്ത് ഓൾറെഡി വന്നതാണ്. ഓക്കെ, അപ്പോൾ അതെന്തായാലും ഇന്ത്യയിൽ ഉടനെ തന്നെ നമുക്ക് റോഡുകളിൽ കാണാൻ പറ്റുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ എൻ്റെ കുറച്ചെങ്കിലുമൊക്കെ അറ്റൻഷൻ പറ്റിയ കുറച്ച് വണ്ടികൾ. ഓക്കെ, നിങ്ങൾക്ക് ഇതല്ലാതെ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുള്ള ഏതെങ്കിലും വണ്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻസിൽ മെൻഷൻ ചെയ്യുക. അപ്പോൾ ഞാൻ അതിനെ പറ്റിയിട്ട് നോക്കിയിട്ട് ഞാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അതിനെ ഒരു റീൽ ചെയ്യാം. ഓക്കെ, അപ്പം എനിക്കും ആഗ്രഹമുണ്ട്, നിങ്ങൾക്ക് എന്താണ് ഇൻട്രസ്റ്റ് എന്നുള്ളത് അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പം നിങ്ങൾ എന്തായാലും എനിക്ക് അത് കണക്ക് ഈ വീഡിയോയുടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയായാലും എനിക്കൊന്ന് കമൻസിൽ അറിയിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം. അപ്പം എന്നോട് പറയാനുള്ള കാര്യങ്ങളൊക്കെ കമൻസിൽ അറിയിക്കുക. അപ്പം ഞാൻ അതിനനുസരിച്ച് വീഡിയോസിലൊക്കെ മാറ്റം വരുത്താം. അപ്പം നിങ്ങൾക്ക് എന്താണോ വേണ്ടുന്നത് അത് തരിക എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. ഓക്കെ, അപ്പം അതൊക്കെയായിരുന്നു ഇന്നത്തെ ഒരു വീഡിയോ. അപ്പം നമ്മൾ ചെറിയൊരു വീഡിയോ ആണ്. ഓക്കെ, കൂടുതൽ നേരമൊന്നും എടുക്കുന്നില്ലെന്ന് തോന്നുന്നു. 10 മിനിറ്റ് താഴെ ആയിരിക്കും ഈ വീഡിയോ വരുന്നത്. അപ്പം എന്തായാലും നമുക്ക് അടുത്ത ആഴ്ച ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ കടയിൽ കൊണ്ടുപോകാൻ നോക്കാം. ഓക്കെ, അപ്പം അതൊക്കെ ആയിരുന്നു ഈ വണ്ടി വാർത്തകളിനകത്ത് മെയിൻലി ഉള്ള കാര്യങ്ങൾ. പക്ഷേ ഇനി എന്തെങ്കിലും വണ്ടികൾ അപ്ഡേറ്റിന് ഇപ്പം 17-ാം തീയതി തുടങ്ങിയതാണ് മൊബിലിറ്റി ഷോ. അപ്പോൾ 22-ാം തീയതി വരുന്നുണ്ട്. അപ്പോൾ ഇനി ഏതെങ്കിലും വണ്ടികളുടെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിനെ വേറൊരു വീഡിയോ ആയിട്ടോ ഒക്കെ നിങ്ങളിലോട്ട് അറിയിക്കും. അപ്പോൾ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, അപ്പോൾ അതൊക്കെയായിരുന്നു ഇന്നത്തെ ഒരു വീഡിയോ. അപ്പം അടുത്ത ആഴ്ച പുതിയൊരു വണ്ടി, പുതിയൊരു കുറേ സ്ഥലം, പുതിയ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും നമുക്ക് കാണാം. അപ്പോൾ ദിസ് ഇസ് കേൾവണ്ടി സൈനിങ് ഓഫ്. ബൈ.